അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക്, അവന്റെ സൃഷ്ടികൾക്ക് ഒരു കയ്യും കണക്കുമില്ലാതെ ആഹാരം കൊടുക്കുന്നവനാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ തവക്കുലാക്കുന്ന വിഷയത്തിൽ നിങ്ങളെ പക്ഷികളെ കണ്ട് പഠിക്കണമെന്ന് പല ആരിഫീങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആ പക്ഷികൾ ഓരോ ദിവസവും തുടങ്ങുന്നത്? അതേ ഒഴിഞ്ഞ വയറുകളുമായി റബ്ബിനെ തവക്കുലാക്കി ആകാശഗംഗയിലൂടെ പറന്നു പോകുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നേരം വൈകുന്നേരമാകുമ്പം നിറഞ്ഞ വയറുമായി സന്തോഷത്തോടെ കിളികൾ കൂടണയുന്നത് കാണുന്നില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കതിൽ പാഠമില്ലേ? അല്ലാഹു ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഏതെങ്കിലും ഒരു പള്ളയ്ക്ക് അല്ലാഹു ഏകിയിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം തിന്നാൻ അവൻ അവിടെ എത്തുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണുന്നില്ലേ, പക്ഷികളും പറവകളും ജീവജാലങ്ങളും കാട്ടിലൂടെ മേഞ്ഞു നടക്കുന്ന പശുക്കളും അതേ മാൻപേടകളും അതുപോലെ ആഴമുള്ള ആഴിയിൽ മുളിയിട്ടു പോകുന്ന ചെറിയ മത്സ്യങ്ങളും അങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ എത്രയെത്രയോ കോടിക്കണക്കിന് സൃഷ്ടികൾക്കാണ് അല്ലാഹു ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയില്ലേ? ഒരിക്കൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് ഈ ലോകം കീഴടക്കിയ നേതാവല്ലേ, രാജാവല്ലേ, ലോകം അടക്കി ഭരിച്ചവരല്ലേ? അവർക്ക് വല്ലാത്തൊരാഗ്രഹം, റബ്ബേ നിന്റെ സിദ്ധചാരങ്ങളിൽ ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ കൊടുത്തോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുവാദം കൊടുക്കുകയാണ്. ഒരു കടൽക്കരയിൽ അതാ ഭക്ഷണത്തിന്റെ കൂമ്പാരങ്ങൾ ഉണ്ടാക്കുകയാണ്. അന്നത്തെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഹാജരാകാൻ കൽപ്പന കൊടുക്കുകയാണ്. അവിടുത്തെ സൈന്യങ്ങൾ ആരാണ്? അതേ വലിയ വലിയ ജിന്നുകളാണ്. അതേ അവിടുത്തേക്ക് അതാ അല്ലാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. പറവകളുടെയും ജീവജാലങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു. ഉറുമ്പുകൾ സംസാരിക്കുന്നത് മഹാനവറുകൾ മനസ്സിലാക്കി. അങ്ങനെ തന്റെ സൈന്യത്തെ ഉപയോഗിച്ച് സർവ്വജീവജാലങ്ങളോടും കൽപ്പന കൊടുത്തു. വലിയ വിഭവങ്ങളുടെ കൂമ്പാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ആദ്യമായി ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയാണ്. അതേ കടലിൽ നിന്നൊരു നീലത്തിമിംഗലത്തെ ക്ഷണിക്കുകയാണ്. ഒരൊറ്റ നീലത്തിമിംഗലമെന്ന് കയറി വന്നിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കി വെച്ച ഭക്ഷണമെന്ന് കഴിച്ചിട്ട് പറയുകയാണ്, വയറ് നിറഞ്ഞിട്ടില്ല സുലൈമാൻ നബിയേ, എവിടെ എനിക്കുള്ള ഭക്ഷണമെന്ന് ചോദിച്ചപ്പോൾ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, ഈ പ്രപഞ്ചത്തിലെ അണ്ടകടാഹങ്ങളെ പടച്ചിട്ട് സർവ്വതിനും ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹ്, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഞാൻ ഒരുക്കി വെച്ച ഭക്ഷണം നിന്റെ സൃഷ്ടികളിൽ ഒരു ജീവി വന്നങ്ങ് കഴിച്ചു തീർത്തിട്ട് വശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്രയാണ് ടൺ കണക്കിന് ഭക്ഷണമല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പക്ഷിമൃഗാദികളുടെ തവക്കുല് വേണം. തവക്കൽതു അലല്ലാഹ്, എനിക്ക് റബ്ബ് ഏകിയത് ലഭിക്കുമെന്ന ചിന്തയില് നീ അങ്ങ് ജീവിച്ചാൽ ആരോടും നിനക്ക് അസൂയയില്ല, ആരോടും നിനക്ക് വെറുപ്പില്ല. അതേ നിന്റെ അയൽക്കാരൻ അവനെന്തെങ്കിലും അനുഗ്രഹങ്ങൾ വരുമ്പോഴേക്കും നീ ബേജാറ് കാണിക്കേണ്ടതില്ല. കാരണം ഖാലിഖായ ഉടമസ്ഥനായ റബ്ബ്, അവന്റെയും നിന്റെയും ഉടമസ്ഥനായ റബ്ബ് വിതരണം ചെയ്തതാണ്.
അവന്റെ വിതരണത്തിൽ നീ അസൂയപ്പെടാൻ പാടില്ല. നിനക്കുള്ളത് അള്ള തരും. നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സഹോദരനുള്ളത് അള്ള കൊടുത്തതിൽ നീ ഈർഷ്യത കാണിക്കാൻ പാടില്ല, അസൂയപ്പെടാൻ പാടില്ല, കുശുമ്പ് വെക്കാൻ പാടില്ല. ആരെങ്കിലും തന്റെ സഹോദരന്റെ അനുഗ്രഹത്തിൽ അസൂയ വെച്ചാൽ തീ വിറകിനെ തിന്നും പോലെ നീ എത്ര നിസ്കരിച്ചവനാണെങ്കിലും കാര്യമില്ല, ആ അസൂയ നിന്റെ അമലുകളെ തിന്നു തീർക്കുന്നതാണ്. നീ എത്ര സദഖ കൊടുത്തിട്ടും എത്ര നോമ്പനുഷ്ഠിച്ചിട്ടും പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ തൊട്ട് പിറവേ നിസ്കരിച്ചിട്ടും നിന്റെ അമലുകൾ ബാക്കിയില്ല മോനെ. കാരണം നിന്റെ അയൽക്കാരന് കിട്ടിയ അനുഗ്രഹത്താൽ നീ ആ അനുഗ്രഹം കൊണ്ട് നിന്റെ കണ്ണിന് വലിയ പ്രശ്നമാണ്, നിന്റെ മനസ്സിന് അസ്വസ്ഥതയാണ്, ലോ പ്രഷർ ഹൈ പ്രഷറായി മാറുകയാണ്. അതെ, അവിടുത്തെ വീട്ടിലെ അനുഗ്രഹങ്ങളാൽ നീ അസൂയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലെ തവക്കുലാക്കി ജീവിക്കണം. കണ്ടില്ലേ, കടലിലേക്ക് നിങ്ങൾ നോക്കൂ. കടലൊന്ന് മനസ്സ് വെച്ചാൽ ആ പാവപ്പെട്ടവന്റെ അതാ വലയിൽ കയറുന്ന മത്സ്യം എത്രയാണ്, എത്ര സന്തോഷമാണ്. നിമിഷാർദ്ധങ്ങൾ കൊണ്ട് കടൽക്കര ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്, ദാരിദ്ര്യം മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമിയിൽ സ്ഥാപിച്ചു വെച്ച നിയമവ്യവസ്ഥകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു കഥ കേൾക്കാനിടയായി. ശുക്കൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു മരുന്നുമായി വരാനുണ്ട്. ആ മരുന്നുമായി വരുന്നതിന്റെ ബോർഡറിൽ മരുന്ന് വാങ്ങാനുള്ള സഹോദരങ്ങൾ കാറിൽ പോവുകയാണ്. ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് മരുന്ന് കൊണ്ടുവരികയാണ്. ഈ രോഗത്തിന്റെ ആ മരുന്ന് വാങ്ങേണ്ട ആളുകൾ മരുന്ന് വാങ്ങാൻ വേണ്ടി കാറിൽ പോകുമ്പോൾ മരുന്ന് കൊണ്ടുവരുന്ന ആൾക്ക് കുറച്ച് ഭക്ഷണം കരുതിയിട്ടുണ്ട്. അങ്ങനെ ആ ഗ്രാമത്തിന്റെ ബോർഡറിൽ വണ്ടി നിൽക്കുന്നു. അവിടെ അതാ ഒരു മനുഷ്യൻ വിശന്ന് നിൽപ്പുണ്ട്, ഇവർക്കറിയുന്നില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിന്റെ പേര് ശുക്കൂർ എന്നാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, എന്റെ പേര് ശുക്കൂർ എന്നാണ്. എങ്കിൽ കാറിലേക്ക് കയറൂ, നിനക്ക് കുറച്ച് ഭക്ഷണമുണ്ട്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം അതാ കാറിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് കൈ കഴുകി. അപ്പോൾ ഈ കാറിൽ വന്നവർ ചോദിക്കുന്നു, കൊണ്ടുവന്ന മരുന്നിഞ്ഞു തരാമോ? അപ്പോൾ ഈ ശുക്കൂർ എന്ന് പറയാ മനുഷ്യൻ ചോദിക്കുന്നു, ഏത് മരുന്ന്, എന്ത് മരുന്ന്? അപ്പോൾ ചോദിച്ചു, നീ മരുന്നുമായി വന്ന ശുക്കൂർ അല്ലേ? അപ്പോൾ അദ്ദേഹം പറയാണ്, അല്ല, എന്റെ പേര് ശുക്കൂർ എന്നാണ്, പക്ഷെ എന്റെ കയ്യിൽ മരുന്നില്ല. അന്നപ്പോഴപ്പോ അവർ ചോദിക്കുകയാണ്, നീ എന്നോട് ചോദിച്ചത് ശുക്കൂർ എന്നല്ലേ? എന്റെ പേര് ചോദിച്ചപ്പോ ഞാൻ ആ പേര് പറഞ്ഞെന്നല്ലേയുള്ളൂ. സത്യത്തിൽ മരുന്നുമായി വന്ന ശുക്കൂർ വരുന്നതേയുള്ളൂ. ഇത് വിശന്ന് വലഞ്ഞ ഒരു ശുക്കൂറാണ്, അള്ളാഹുവിന്റെ മറ്റൊരടിമയാണ്. അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചതാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരുന്നുമായി ഒരാൾ വരുന്നത്. അദ്ദേഹത്തിന്റെ പേരും ശുക്കൂർ എന്നാണ്. അപ്പൊ ആർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്? ആരെയാണ് അള്ളാഹു ഉദ്ദേശിച്ചത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനങ്ങ് തവക്കുലാക്കി നീ ഇറങ്ങിയാൽ, ആ തവക്കുലാക്കി ഇറങ്ങി നീ ജോലി അങ്ങ് ചെയ്താൽ റബ്ബ് ഉദ്ദേശിച്ചത് നിനക്ക് ലഭിക്കും. ആ റബ്ബിന്റെ തൃപ്തി അതിഷ്ടപ്പെടാതെ നീ പോയി ലോൺ എടുത്തോ, കടം വാങ്ങിച്ചോ, അല്ലെങ്കിൽ മറ്റുള്ളവനെ പോലെ എനിക്ക് വാങ്ങണം എന്ന് വിചാരിച്ച് റബ്ബ് നിനക്ക് തരുന്നതിന് മുമ്പ് നീ അത് വാങ്ങാൻ പോയാൽ സുബ്ഹാനല്ലാഹ്, കടം കൊണ്ട് വലഞ്ഞ് നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് ഉള്ളതായ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ. ലോൺ എടുത്ത് വീട് വെച്ചിട്ട് മറ്റുള്ളവനെ പോലെ വീട് വലുതാക്കി വെച്ചിട്ട്, അതേപോലെ അയൽക്കാരനെ കണക്ക് കുറെ വലിയ കാർ വാങ്ങിച്ചിട്ട് ലോൺ എടുത്തിട്ട് EMI അടയ്ക്കാൻ കഴിയാതെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്. ഉള്ള വീടും വിറ്റ് പറക്കി കടം തീർത്ത് എത്ര അടച്ചാലും
വെച്ചാലും ലോൺ എന്ന് പറയുന്ന പലിശയുമായി ബന്ധപ്പെട്ടാൽ നമ്മൾ എടുത്തത് പൈസയും അതിന്റെ പലിശയുടെ പലിശയും എല്ലാം കൂടെ ഈ ജീവിതം തകർന്നു പോയ എത്രയോ ആളുകളുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, നിനക്ക് ഞാൻ വിധിച്ചത് കിട്ടും, അതിനപ്പുറം വേണമെങ്കിൽ നീ പൊയ്ക്കോ. പക്ഷേ അള്ള വിധിച്ചതല്ലാതെ നിനക്ക് നേടാൻ കഴിയില്ല മോനെ. അതുകൊണ്ട് ഒഴിഞ്ഞ വയറുമായി രാവിലെ തവക്കുലാക്കി ഇറക്കുന്ന പക്ഷിയെ പോലെ നീയാകണം.